വളരെ മനോഹരമായ രണ്ട് ചെറിയ കഥകളാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. എന്നാൽ അതിനു മുൻപായി അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് കൂടി ഒന്ന് ചെറുതായി നോക്കിയിട്ട് നമുക്ക് കഥകളിലേക്ക് കടക്കാം. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ ദയവായി ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നവരാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ തീരുമാനങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കും. അതായത് എല്ലാ ദിവസവും രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം എന്നത് മുതൽ തുടങ്ങുന്നു നമ്മുടെ തീരുമാനങ്ങൾ, ശരിയല്ലേ? അതുപോലെ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ആഹാരം കഴിക്കണം, ഏത് സിനിമയ്ക്ക് പോകണം എന്നതൊക്കെ ഈ നിസ്സാര കാര്യങ്ങളിൽ പെടുന്നതാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ പഠിത്തം, ജോലി, ബന്ധങ്ങൾ, പണത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ എന്നിങ്ങനെ ഒരുപാട് ഗൗരവമേറിയ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാറുമുണ്ട്. അവയിൽ ചിലത് നമുക്ക് പിന്നീട് തിരുത്തുവാൻ കഴിയും. എന്നാൽ മറ്റ് ചില തെറ്റായ തീരുമാനങ്ങൾ നമുക്കൊരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകാറുണ്ട്. എങ്കിലും തീരുമാനങ്ങൾ എന്തായാലും എടുത്തേ പറ്റൂ. അപ്പോൾ എങ്ങനെ എടുക്കും? അതിന് പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇവയാണ് ഈ കഥകളിൽ കൂടി മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നന്നായി ദാഹം തോന്നി തുടങ്ങി. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ച് കുടിക്കുവാനായി കുറച്ച് വെള്ളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ശിഷ്യൻ അവിടെയെല്ലാം അന്വേഷിച്ച് നടന്ന് ഒരു ചെറിയ അരുവി കണ്ടുപിടിച്ചു. എന്നാൽ വെള്ളം എടുക്കുവാനായി കയ്യിൽ വളരെ ചെറിയ ഒരു പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാത്രവുമെടുത്ത് വെള്ളം എടുക്കുവാനായി അവിടേക്ക് ചെന്നപ്പോഴേക്കും ഒരു കാളവണ്ടി അതിൽ കൂടി കടന്നുപോയി. അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ചെളി മുഴുവനും ഇളകി ആ വെള്ളം മുഴുവനും കലങ്ങി മറിഞ്ഞ് കുടിക്കുവാൻ കൊള്ളാത്തതായി മാറി. ഉടനെ തന്നെ ആ ശിഷ്യൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. ഗുരു, ഞാൻ വെള്ളം എടുക്കുവാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരു കാളവണ്ടി അതിൽ കൂടി കടന്നുപോയി. ആ വെള്ളം മുഴുവനും കലങ്ങി മറിഞ്ഞ് കുടിക്കുവാൻ കൊള്ളാത്തതായി പോയി എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹം, സാരമില്ല, ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം, അല്പം കഴിഞ്ഞു പോയി വെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അല്പസമയം വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതേ ശിഷ്യനോട് വീണ്ടും അവിടെ പോയി വെള്ളം എടുത്തുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ആ ശിഷ്യൻ അവിടേക്ക് ചെന്നപ്പോൾ കണ്ടത് ആ അരുവിയിലെ വെള്ളം നന്നായി തെളിഞ്ഞ് ശുദ്ധമായി കിടക്കുന്നതാണ്. ഉടനെ തന്നെ അവിടെ നിന്നും വെള്ളം എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് നൽകുകയും അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ അവിടേക്ക് വെള്ളം കുടിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ക്ഷീണമെല്ലാം മാറ്റി വീണ്ടും അവിടെ കൂടിയ എല്ലാവരോടുമായി ശ്രീബുദ്ധൻ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ഒരു ഉപദേശം നൽകി. ആ അരുവിയിൽ കൂടി ഒരു കാളവണ്ടി കടന്നു പോയപ്പോൾ അതിലെ ജലം മുഴുവൻ കലങ്ങി മറിഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സും. പലവിധ പ്രശ്നങ്ങൾ കാരണം വിഷമിച്ച് കലങ്ങി മറിഞ്ഞ് ആകെ എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരിക്കലും ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെ ഇരിക്കുക. അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുവാൻ അനുവദിക്കുക. അതിനുള്ള സമയം കൊടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാനും പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചിലപ്പോൾ അല്പസമയം ഉറങ്ങുന്നതാവാം, പാട്ടു കേൾക്കുന്നതുമാവാം, യോഗ ചെയ്യുന്നതാവാം, നല്ല ചായയിട്ട് കുടിക്കുന്നതാകാം,
ബുക്കുകൾ വായിക്കുന്നതാകാം, അങ്ങനെ എന്തുമാവാം. അതിനുശേഷം മനസ്സ് ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരോട് ആലോചിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതിൻ്റെ നല്ലതും മോശവുമായ എല്ലാ വശങ്ങളെയും കുറിച്ച് പഠിക്കുക. അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാകും. മനസ്സ് ശാന്തമായതിനു ശേഷം ആലോചിച്ചെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ ശരിയായ തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കിയത്, ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കുന്ന അവസരത്തിൽ വേണം ഏത് കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത കഥയിലേക്ക് കടക്കാം. ഒരിടത്ത് ഒരു വിറക് വെട്ടുകാരൻ ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്നും വിറകുകൾ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോയി കൊടുത്താണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം വിറകുകൾ ശേഖരിക്കുന്നതിനിടയിൽ കാട്ടിൽ നിന്നും ഒരു പഞ്ചവർണ്ണ തത്തയെ അയാൾക്ക് കിട്ടുകയുണ്ടായി. അതിനെ കാണുവാൻ വളരെ മനോഹരമായിരുന്നു. അതുമാത്രമല്ല, അതിന് നന്നായി സംസാരിക്കുവാനുള്ള കഴിവ് കൂടി ഉണ്ടായിരുന്നു. ഇത് മനസ്സിലായപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. എന്നിട്ട് അയാൾ തത്തയോട് പറഞ്ഞു, നിന്നെ കാണുവാൻ വളരെ ഭംഗിയുണ്ട്. അതിനാൽ ഞാൻ നിന്നെ രാജാവിന് നൽകുവാൻ പോവുകയാണ്. നിന്റെ സംസാരം കൂടി കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാകും. എനിക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി തരികയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഇനി ജീവിതകാലം മുഴുവനും താൻ കൂട്ടിലടയ്ക്കപ്പെടാൻ പോവുകയാണ് എന്ന സത്യം ആ തത്തയ്ക്ക് മനസ്സിലായി. ഉടനെ ബുദ്ധിമതിയായ തത്ത അയാളോട് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, എന്നെ രാജാവിന് നൽകിയാൽ അദ്ദേഹം അങ്ങേക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ മാത്രമല്ലേ തരികയുള്ളൂ. എന്നാൽ എന്നെ വെറുതെ വിട്ടാൽ ജീവിതകാലം മുഴുവനും സുഖമായി ജീവിക്കുവാൻ വേണ്ടുന്ന 3 കാര്യങ്ങൾ ഞാൻ തരാം. അത് കേട്ടപ്പോൾ അതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അതിനാൽ ശരി, ഞാൻ നിന്നെ വെറുതെ വിടുന്നു, ആ 3 കാര്യങ്ങൾ എത്രയും വേഗം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തത്തയെ പറത്തിവിട്ടു. അയാളുടെ കയ്യിൽ നിന്നും മോചനം ലഭിച്ച ഉടനെ ആ തത്ത പറന്ന് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ഏറ്റവും താഴ്ന്ന കൊമ്പിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യുന്നതിന് മുൻപും പലതവണ ആലോചിക്കുക. ഇതാണ് 1ാമത്തെ കാര്യം. ഇത് കേട്ടപ്പോൾ തനിക്ക് അബദ്ധം പറ്റിയെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. അപ്പോൾ വീണ്ടും തത്ത കുറച്ചുകൂടി ഉയരത്തിലുള്ള കൊമ്പിലേക്ക് പറന്നിരുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നതാണ് 2ാമത്തെ കാര്യം. ഇതുകൂടി കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി തത്ത തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. ഉടനെ അയാൾ അതിനെ പിടിക്കുവാനായി ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നും പറന്നുയർന്നുകൊണ്ട്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്നതാണ് ഞാൻ താങ്കൾക്ക് വാഗ്ദാനം ചെയ്ത 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൂരേക്ക് പറന്നകന്നു. ഈ 2 കഥകളിൽ കൂടി നാം മനസ്സിലാക്കിയ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം വളരെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. എനിവേ, thanks for watching. Remember, today is your day. Rise, shine and fly. Please subscribe, like, share and turn on notification button. Thank you for your support.